നിങ്ങളുടെ ഒരു ഇവൻറ്റിൻ്റെ അത് ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആയാലും ഹൗസ് വാമിംഗ് ആയാലും എന്താണെങ്കിലും അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ആളുടെ മൈൻഡ് സെറ്റുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നിന്നും ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോഴും എനിക്കറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു ദിവസത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം എല്ലാം ഭംഗിയായിട്ട് വരും എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഭാഗങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് പോകും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിലേക്ക് കടന്നു വരുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും അതേ രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ചില ആളുകളുണ്ട് വളരെ ചെറിയ മിസ്റ്റേക്സിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ് മുതലേ ഭയങ്കര വെറീഡായിട്ട് നെഗറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു തരം ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എഫക്റ്റീവ്നെസ് കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇവൻറ്റിൻ്റെ ദിവസം നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് നല്ല ചിന്തയോടുകൂടി തന്നെ ഇരിക്കേണ്ടതുണ്ട്. ഇത് പറയുന്നത് നല്ല ചിന്ത ഉള്ളവർക്ക് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ദർ ആർ സോ മെനി പീപ്പിൾ അവർ നല്ല രീതിയിലല്ല ചിന്തിക്കുന്നത്. അയ്യോ ഇന്ന് അത് പ്രശ്നമാവോ ഇത് പ്രശ്നമാവോ എന്നുള്ള ഒരുപാട് ടെൻഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. താങ്ക് യു.